നമസ്കാരം. ബ്രിട്ടീഷ് വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡ് യുകെയിൽ പടർന്നു പിടിച്ചതോടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് വിദേശ വിദ്യാർത്ഥികളാണ്. കോളേജ് ഹോസ്റ്റലുകളിലും റെന്റൽ ഹോമുകളിലും കഴിഞ്ഞ വിദ്യാർത്ഥികൾ കോളേജുകളും ഹോസ്റ്റലുകളും പൂട്ടിയതോടെ നാട്ടിലേക്ക് പോകാനാവാതെ ദുരിതത്തിലായി. രാജ്യത്ത് ലോക്ക്ഡൌണും നിലവിൽ വന്നതോടെ പല വിദ്യാർത്ഥികളും ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായത്. ഹോസ്റ്റലുകളിലും മറ്റും ഒപ്പമുണ്ടായവർ സ്വന്തം നാടുകളിലേക്ക് തിരികെ പോയതോടെ അനേകം മലയാളി വിദ്യാർത്ഥികളാണ് വലിയ കെട്ടിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയത്. സുരേഷ് സുബ്രഹ്മണ്യം, ഭാര്യ ഹസീന ഹസൻ എന്നിവരുടെ മക്കളായ ഭഗത്തും ധ്രുപദും ഇന്ത്യയിൽ എത്താനാകാതെ യുകെയിൽ കുടുങ്ങിയിരിക്കുന്നു. മക്കൾ രണ്ടുപേരും യുകെയിൽ കുടുങ്ങിപ്പോയ തൃശൂരിലെ ബിസിനസ്സുകാരനും ഭാര്യയും മക്കളെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. മൂത്ത മകൻ ബേൺമൌത്തിലെ 10 നിലയിൽ കുടുങ്ങിയത്. ഇളയ മകനായ A-ലെവൽ വിദ്യാർത്ഥിയോട് ഹോസ്റ്റൽ ഒഴിയാൻ ലാൻഡ് ലോർഡ് നിർദ്ദേശത്തോടെ മാനസിക വിഷമത്തിലാണെന്നും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. തങ്ങളുടെ 2 മക്കളെയും നാട്ടിലെത്തിക്കണമെന്നാണ് ഇവർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനിലെ പൊതുസ്ഥാപനങ്ങളിലെല്ലാം മാസ്ക് നിർബന്ധമാക്കി. SARS-CoV-2 വൈറസിനെതിരെയുള്ള പ്രതിരോധ മരുന്നിന്റെ കാര്യം ഇനിയും എങ്ങുമെത്താതെ തുടരുമ്പോൾ ഇനിയും കുറെ നാൾ കൂടി നമ്മൾ കൊറോണയ്ക്കൊക്കത്ത് ജീവിക്കേണ്ടി വരും എന്ന തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്. രോഗവ്യാപനം പരമാവധി തടയുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിയാണ് ലോക്ക്ഡൌണിന് ശേഷം രാജ്യം മുന്നോട്ട് പോവുക. അതിന്റെ ഭാഗമായി ജൂൺ 15 മുതൽ ബ്രിട്ടനിലെ പൊതുസ്ഥലങ്ങളിലെല്ലാം മാസ്ക് നിർബന്ധമാക്കി. ബസ്, ട്രെയിൻ, ട്യൂബ് ട്രാവൽ എന്നിവയിൽ മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമാണ്. സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന മാസ്കുകളോ സ്കാർഫ് കൊണ്ടോ മുഖം മറയ്ക്കാം. സർജിക്കൽ മാസ്ക് ആരോഗ്യ പ്രവർത്തകർക്കായി മാറ്റിവെക്കും. വരും ആഴ്ചകളിൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങും. മാസ്ക് ധരിക്കുന്നത് മൂലം ഒരു പരിധിവരെ രോഗബാധ ചെറുക്കാമെന്ന് കണ്ടതിനെ തുടർന്നാണ് മിക്ക രാജ്യങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ അവ ധരിക്കുന്നത് നിർബന്ധമാക്കിയത്. ബ്രിട്ടനിൽ ഇന്നലെ 176 മരണങ്ങൾ. ഔദ്യോഗിക കണക്കനുസരിച്ച് 2,81,661 പേർക്ക് കോവിഡ് ബാധയുള്ള ബ്രിട്ടനിലെ ഇന്നലെ 176 മരണങ്ങൾ കൂടി രേഖപ്പെടുത്തിയതോടെ മൊത്തം മരണസംഖ്യ 39,904 ഉയർന്നിരിക്കുന്നു. പ്രതിദിന മരണസംഖ്യയിൽ വരുന്ന കുറവ് ബ്രിട്ടന് പക്ഷേ ആശ്വസിക്കാനുള്ള വക നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലെ എല്ലാ പ്രതിദിന മരണസംഖ്യ കൂട്ടിയാലും ബ്രിട്ടന്റെ പ്രതിദിന മരണസംഖ്യയേക്കാൾ കുറവേ വരൂ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇംഗ്ലണ്ടിൽ ഇതുവരെ 5.6 മില്യൺ ആളുകൾക്ക് കൊറോണ. ബ്രിട്ടനിൽ കോവിഡ് മരണസംഖ്യ 40,000-ഓടെ അടുക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഇതാ. ഗവൺമെന്റ് അധീനതയിലുള്ള സർവിലൻസ് സ്ക്രീൻ നടത്തിയ ആന്റിബോഡി പരിശോധനാ ഫലം പറയുന്നത് ഇംഗ്ലണ്ടിൽ ഇതുവരെ 5.6 മില്യൺ ആളുകൾക്ക് കൊറോണ ബാധയുണ്ടായി എന്നാണ്. ഏകദേശം 80,000 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും അറിയുന്നത് രാജ്യത്തെ 10% പേർക്ക് കൊറോണ ബാധയുണ്ടായി എന്നതാണ്. അതേസമയം പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് 8.5% പേർക്ക് കൊറോണ ബാധയുണ്ടായെന്നാണ്. പ്രാദേശികമായ വ്യതിയാനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും അധികം കോവിഡ് ബാധയുള്ളത് ലണ്ടനിലാണെന്നാണ്. ബ്രിട്ടനിലെ പ്രധാന നഗരങ്ങളിൽ വമ്പൻ പ്രതിഷേധം. അമേരിക്കയിലെ മിന്നിപോളിസിൽ വംശവെറിയുടെ ക്രൂരതയ്ക്കിരയായ പ്രാണൻ വെടിഞ്ഞ ജോർജ് ഫ്ലോയ്ഡ് ലോകത്തിലെ മുഴുവൻ കറുത്ത വർഗക്കാരുടെയും പ്രത്യാശയാവുകയാണ്. ഒപ്പം വംശവെറിയെ വെറുക്കുന്ന മനുഷ്യത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ആവേശവും. അമേരിക്കയെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുൾമുനയിൽ നിർത്തുന്ന കറുത്തവന്റെ ജീവൻ വിലയുണ്ട് പ്രക്ഷോഭണം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും കത്തിപ്പടരുന്നു. ഇന്നലെ ലണ്ടനിൽ നടന്ന പ്രകടനം പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത്. താരമാകുന്ന ചക്ക. ബ്രിട്ടനിലെ പ്രധാന സൂപ്പർ സ്റ്റോറുകളിൽ നിറയുന്ന ചക്ക വിഭവങ്ങൾ. ബ്രിട്ടീഷ് ജനത തെളിയിക്കുന്നത് ചക്കയോടുള്ള ആഗ്രഹം. ഏതാനും വർഷങ്ങളായി തേങ്ങ അടങ്ങിയ ഭക്ഷണ വിഭവങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വെളിച്ചെണ്ണയും യുകെയിലെ പ്രധാന സൂപ്പർ മാർക്കറ്റ് ചെയിനുകളുടെ വിൽപ്പനയിൽ കൂടുതലായി ഇടം പിടിച്ചതിന് സമാനമായി ചക്ക വിഭവങ്ങളും നിറയുമോ എന്നതാണ് ഇനി കണ്ടറിയാൻ ബാക്കിയുള്ളത്. ചക്ക കൊണ്ടുള്ള ബർഗർ, ചക്ക കറിയും ചോറും അടങ്ങിയ പാക്കറ്റ് എന്നിവയാണ് മൊറിസൺ, അൽദി തുടങ്ങിയ കടകളിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. നല്ല മുളക് ചേർത്ത ചക്കക്കറി മലയാളി പോലും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തതാണ്.